നമസ്കാരം. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇത് ആദ്യമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ ഈ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നെതന്യാഹുവിനോടുള്ള ചില അതൃപ്തികൾ ട്രംപ് പരസ്യമായി പ്രകടിപ്പിച്ചു. ഇത് കൂടിക്കാഴ്ചയെ കൂടുതൽ ശ്രദ്ധേയമാക്കുകയായിരുന്നു. ഇരു നേതാക്കളും അവരവരുടെ രാജ്യങ്ങളിലെ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നെതന്യാഹു വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തിരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നെതന്യാഹു കടുത്ത പ്രതിസന്ധിയിലാണ് എന്നാണ് ഒരു വിലയിരുത്തൽ. ഇതിനൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ട്രംപുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ്. ഈ ബന്ധം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി തിരിച്ചടി നൽകും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ട്രംപും ആഭ്യന്തരമായി പല വെല്ലുവിളികളും ഈ സാഹചര്യത്തിൽ നേരിടുന്നുണ്ട്. തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് നിർണായകമായേക്കാവുന്ന വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇറാൻ വിഷയം തന്നെയാണ് പ്രധാന അജണ്ടയായി മാറിയത്. നെതന്യാഹുവിനോട് ട്രംപിനുള്ള അതൃപ്തിയുടെ കാരണങ്ങൾ എന്താണ് എന്നത് വ്യക്തമല്ല. എങ്കിലും ഈ കൂടിക്കാഴ്ച ഇരുവരുടെയും വ്യക്തിബന്ധത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ നെതന്യാഹുവിന് ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ സംയുക്ത സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. പശ്ചിമേഷ്യൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പേരിൽ ഇരു നേതാക്കളും തമ്മിൽ ആഭ്യന്തരമായ എതിർപ്പുകൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുമുമ്പ് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നെതന്യാഹുവിനെതിരെ ട്രംപ് പരസ്യമായി അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. ഇറാനെതിരെ ആക്രമണം തുടരാൻ നെതന്യാഹു തന്നെ സ്വാധീനിക്കാൻ നോക്കിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിലെ പിക്കാസ് മലനിരകളിലെ ദുരൂഹ ആണവ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിവരങ്ങൾ നെതന്യാഹു ട്രംപുമായി ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പിക്കാസിൽ എന്താണ് നടക്കുന്നതെന്നും എനിക്ക് കൃത്യമായി അറിയാം. ഇറാൻ ചെയ്യുന്നതൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമല്ല എന്നും എന്നെ ഈ വിഷയത്തിൽ തുടർന്നും ഇടപെടാൻ നിർബന്ധിതനാക്കുകയാണ് ബിബി ഇതെല്ലാമാണ് പറയുന്നത്. എന്തായാലും ലോകത്തോട് ഇതൊക്കെ എന്തിനാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ട്രംപ് ചോദിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുൻപ് പലതവണ ട്രംപ് നെതന്യാഹുവിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. യുഎസ് ഇറാൻ വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥയിലായിരുന്നു ലെബനനിലെ വെടിനിർത്തൽ. അത് ലംഘിച്ച് ഇസ്രായേൽ ലെബനൻ സൈനിക നടപടി തുടർന്നതാണ് അന്ന് ട്രംപിനെ ചൊടിപ്പിച്ചത്. നവംബറിൽ യുഎസിലെ ഇടക്കാല തിരഞ്ഞെടുപ്പും ഒക്ടോബറിൽ ഇസ്രായേൽ പൊതു തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ ഇറാൻ വിഷയത്തിൽ നീക്കുപോക്കുണ്ടാകേണ്ടത് രണ്ടുപേരെയും സംബന്ധിച്ച് നിർണായകമാണ്. ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ചും ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ ധാരണയുടെ തുടർ നടപടികളെ സംബന്ധിച്ചും ട്രംപുമായി ചർച്ച നടത്തുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ഇസ്രായേലിനെയും ഉക്രൈനെയും ശക്തമായി പിന്തുണച്ചിരുന്ന യുഎസ് സെനറ്ററിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനു കൂടി വേണ്ടിയാണ് നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയത്. ചടങ്ങിനെത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ കണ്ടിരുന്നു.